ഇപ്പോൾ രമേശ് പിഷാരടി MLA ഉണ്ട് നമ്മളോടൊപ്പം. രമേശ് പിഷാരടി, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ വിയോഗം. ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് മാത്രമല്ല കേരള രാഷ്ട്രീയത്തിന് കൂടി അദ്ദേഹത്തിന്റെ വിയോഗത്തിലൂടെ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത് താങ്കൾ? എന്നെ പത്രപരസ്യത്തിലൂടെ ഇന്റർവ്യൂ ചെയ്ത് തെരഞ്ഞെടുക്കുകയും സാറ്റലൈറ്റ് ചാനലിന്റെ ലോകത്തേക്കും പ്രൊഫഷണൽ വേദികളുടെ ലോകത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എന്റെ ഒരു ആദ്യ നാളുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ പരിരക്ഷണയിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ട്രൂപ്പിന്റെ പരിപാടികൾ കഴിഞ്ഞ് പല ദിവസങ്ങളിലും താമസിച്ചിരുന്നത്. അങ്ങനെ ഒരുപാട് ആത്മബന്ധമുള്ള ഒരു ഗുരുനാഥനാണ് അദ്ദേഹം. പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രവർത്തനം സ്ഥാനം എന്നൊന്നും പറഞ്ഞു പോകുന്ന ആളല്ല. പക്ഷെ നിലപാടുകൾ ഉണ്ടായിരുന്നു. അതെല്ലാ കാലത്തും കൃത്യമായിട്ട് പറയുന്ന ആളാണ്. വലിയ ഒരു സന്തോഷവാനായിരുന്നു അദ്ദേഹം. ഈ സിനിമകളുടെ എണ്ണം കുറഞ്ഞപ്പോഴും രോഗബാധിതനായ സമയത്തും ഒന്നും തന്നെ അതിലൊന്നും ഒരു വലിയ ദുഃഖമുള്ള ആളായിരുന്നില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ശരി, നന്ദി രമേശ് പിഷാരടി പ്രതികരിച്ചതിന്. താങ്ക് യു. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങിയില്ല എങ്കിലും വ്യക്തമായ രാഷ്ട്രീയ നിലപാട് അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു. അത് സധൈര്യം അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ VD സതീശന് നൽകിയ സ്വീകരണത്തിൽ, മുഖ്യമന്ത്രിക്ക് നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം അവസാനമായി പങ്കെടുത്ത പൊതുപരിപാടി എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിന് ചിരിക്കുന്ന മുഖ്യമന്ത്രിയെ നൽകിയ പറവൂരുകാർക്ക് അഭിമാനിക്കാമെന്നുള്ള ഒരു അദ്ദേഹത്തിന്റെ കമന്റും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. വീണ്ടും MK ഷുക്കൂറിലേക്ക് പോവുകയാണ്. ഷുക്കൂർ, അങ്ങനെ ഇപ്പോൾ രമേശ് പിഷാരടി നമ്മളോട് സംസാരിച്ചതുപോലെ തന്നെ നിരവധി പേർക്ക്, ഒരുപാട് നടന്മാർക്ക് അദ്ദേഹവുമായുള്ള ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാകും. കലാരംഗത്ത് കൈപിടിച്ചുയർത്തിയ ഒരു മഹാനായ വ്യക്തി എന്ന നിലയിൽ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടാകും. ഒപ്പം കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകൻ എല്ലാവരെയും ചിരിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന അങ്ങനെ ഒരുപാട് ഓർമ്മകൾ സഹപ്രവർത്തകർക്കും മലയാള സിനിമയ്ക്കും നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ വിടപറച്ചിൽ. അദ്ദേഹത്തിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കണം. നാളെ വൈകിട്ടാണ് സംസ്കാരം എന്നുള്ള വിവരം നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. കൂടുതൽ എന്താണ് ഇപ്പോൾ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? ജീന, അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഉള്ളത് കൊച്ചി അമൃത ആശുപത്രിയിലാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് ആശുപത്രിയിലുള്ളത്. മൃതദേഹം നാളെ രാവിലെ മാത്രമേ ഈ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകൂ എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും പറവൂർ ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിന്റെ പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി സംസ്കാരം നടക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പാണ് മരണം നടന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സിനിമാ രംഗത്തെ ഏതാനും ആളുകളും കൂടി ചേർന്നായിരിക്കും തീരുമാനിക്കുക. അതിനുള്ള ഒരു സമയം എടുക്കേണ്ടതുണ്ട്. നിലവിൽ പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനം, വൈകുന്നേരത്തോടുകൂടി സംസ്കാരം എന്നുള്ളതാണ്. അമൃത ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബമെല്ലാം ഉള്ളത്. അവിടെ നിന്നും മൃതദേഹം രാത്രിയിൽ തന്നെ കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. രാവിലെ കൊണ്ടുപോകാനാണ് നിലവിൽ ആലോചിക്കുന്നത്. ഇക്കാര്യത്തിൽ ബന്ധുക്കളും ആശുപത്രിയും അധികൃതർ തമ്മിലുള്ള കൂടിയാലോചനകൾ ഇപ്പോൾ നടക്കുകയാണ്. ഷുക്കൂറാണ് വിവരങ്ങൾ നൽകുന്നത്. സംസ്കാരം നാളെ വൈകിട്ടാണ്. ഇപ്പോഴും മൃതദേഹമുള്ളത് കൊച്ചിയിലെ ആശുപത്രിയിലാണ്. നാളെ രാവിലോട് കൂടിയായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക. അതിനുശേഷം പൊതുദർശനമുണ്ട്. വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സംസ്കാരം നടക്കുക. ഏതായാലും പറവൂർ ടൗൺ ഹാളിൽ നാളെ 9 മണിക്ക് പൊതുദർശനമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാരം. അദ്ദേഹത്തിന് ഹൃദയാഘാതം ഉണ്ടായി, അതാണ് മരണകാരണം എന്നുള്ള റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കരൾ രോഗബാധിതനായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ അടക്കം നടത്തിയിരുന്നു. പക്ഷേ അസുഖബാധിതനാണെങ്കിൽ പോലും അദ്ദേഹം സിനിമകളിലടക്കം സജീവമാകാൻ ശ്രദ്ധിച്ചിരുന്നു. പൊതുവേദികളിലടക്കം അദ്ദേഹം എത്തിയിരുന്നു. ഇന്റർവ്യൂകളടക്കം അദ്ദേഹം നൽകിയിരുന്നു. അങ്ങനെ എല്ലാ ഘട്ടത്തിലും ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കാത്ത, എപ്പോഴും ജനങ്ങൾക്ക് ഇടയിലേക്ക്, പ്രേക്ഷകർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു സലിംകുമാർ. അദ്ദേഹത്തിന്റെ നിരവധി സിനിമകൾ, ഇപ്പോഴും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ സിനിമകളൊക്കെ എടുത്ത് വീണ്ടും കണ്ട് ആസ്വദിക്കാനും ചിരിക്കാനും ഒക്കെ നമ്മളിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അദ്ദേഹം ഇല്ലാത്ത ഒരു സിനിമ എന്ന് പറയുന്നത് പഴയകാല സിനിമകളിൽ ഏത് ഹാസ്യ സിനിമയായിക്കോട്ടെ, നമുക്ക് നല്ലൊരു എന്റർടൈനിങ് ആയിട്ടുള്ള എല്ലാ സിനിമകളിലും അദ്ദേഹത്തിന്റെ സജീവ സാന്നിധ്യം ഉണ്ടാകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.